ഹിന്ദു വിവാഹം സാധുവാകാൻ ചടങ്ങുകൾ ആചാരപ്രകാരം ആകണമെന്ന വളരെ സുപ്രധാനമായ വിധിയുമായി സുപ്രീം കോടതി. ആചാരപ്രകാരം ചടങ്ങുകളോടെയുള്ള വിവാഹങ്ങൾക്ക് മാത്രമേ 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം സാധുത ഉള്ളൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയാണ്. രജിസ്റ്റർ ചെയ്തത് കൊണ്ട് മാത്രം വിവാഹത്തിന് സാധുത ലഭിക്കില്ലെന്ന് ജഡ്ജിമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ G മസി എന്നിവരുടെ ബെഞ്ചാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണത്തിലേക്കും തെളിവിലേക്കും പോകുമ്പോൾ ഇതിന്റെ സാഹചര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, ഒപ്പം രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകരും ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അതായത് ഈ ആചാരങ്ങൾ ഇല്ലാതെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രമുള്ള വിവാഹങ്ങൾ, അത് ഹിന്ദു വിവാഹ നിയമപ്രകാരം അത് സാധുത ലഭിക്കില്ല എന്ന് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ രണ്ടുപേരുടെ ഹർജി, ഉത്തർപ്രദേശിലെ 2 പൈലറ്റുമാരുടെ ഹർജി പരിഗണിക്കവെയാണ് ഇത് അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം പ്രസക്തമാണ് ഹിന്ദു വിവാഹ നിയമപ്രകാരം കോടതി അതിന്റെ സാഹചര്യങ്ങൾ നിരത്തിയുള്ള ഈ ഉത്തരവ് പറയുമ്പോൾ? വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദു നിയമത്തിന്റെ ഒരു അംബ്രല്ലയുടെ കീഴിൽ, അതിന്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിച്ച് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന 2 പേര്, അവര് അതിനകത്ത് കണ്ടീഷൻ സെക്ഷൻ 7 പറയുന്നത് ആചാരപ്രകാരമുള്ള വിവാഹം ഹിന്ദു നിയമത്തില് ബാധകമാണ്. ആ രീതിയിൽ അത് ഇൻക്ലൂഡിങ് അത് സപ്തപതി എന്ന് പറയുന്ന അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ആചാരം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആചാരങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഹിന്ദു മത ആചാരപ്രകാരമുള്ള വിവാഹം സാധ്യതയുണ്ട് ഹിന്ദു മാരേജ് ആക്ടില്. അതിനുശേഷം അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സെക്ഷൻ 8 ആണ്. അപ്പൊ ആദ്യം ആചാരപ്രകാരമുള്ള വിവാഹം, അതിനുശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യും. അപ്പം ചില കേസുകളിൽ, പ്രത്യേകിച്ച് ഈ വെളിയിലൊക്കെ താമസിക്കുന്നവരെ വിസയുടെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ മാത്രം ചെയ്തിട്ട് പോകുന്നു, ആചാരപ്രകാരമുള്ള വിവാഹം നടത്തുന്നേ ഇല്ല. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് അതില് ഒരു നിയമസാധുതയില്ല. കാരണം നിയമത്തിന്റെ 1ാമത്തെ കണ്ടീഷൻ വിവാഹം നടക്കുക എന്നുള്ളതാണ് ആചാരപ്രകാരം. ഈ നിയമത്തിന്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട, ഇത് കോടതി ഹിന്ദു മത ആചാരപ്രകാരം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേസിലാണ് ഇത് പറഞ്ഞത്. അല്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ കീഴിൽ ആർക്കെങ്കിലും ഈ ആചാരമൊന്നുമില്ലാതെ വിവാഹം കഴിക്കണേ അതിന് തടസ്സമൊന്നുമില്ല. അപ്പം ഇതിന്റെ ഒരു നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതിൽ രജിസ്ട്രേഷൻ മാത്രം പോരാ. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 2ാമത് വരുന്ന ഒരു ഫോർമാലിറ്റിയാണ്. ആദ്യം നടത്തേണ്ടത് വിവാഹമാണ്. വിവാഹം നടത്തി കഴിഞ്ഞിട്ട് ആ ഫോർമാലിറ്റി, അത് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി, സ്റ്റേറ്റിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ആ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടം ഘട്ടമായിട്ട് അത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ, അത് ആചാരം ഇല്ലാതെ രജിസ്ട്രേഷൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ വാലിഡ് അല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ 2 കക്ഷികളും വന്നിട്ട് പറഞ്ഞത് ഈ വിവാഹത്തിന് സാധുത ഇല്ല എന്ന് പറഞ്ഞു. പെറ്റീഷനും പറഞ്ഞു, റെസ്പോണ്ടന്റും പറഞ്ഞു. അവര് രജിസ്റ്റർ ചെയ്തു, പക്ഷെ അതിനകത്തുനിന്ന് ഡിവോഴ്സ് വേണം. 2 പേർക്കും ഡിവോഴ്സ് വേണം. പക്ഷെ ഡിവോഴ്സ് കിട്ടാൻ ഇത് ആചാരപ്രകാരം നടത്താത്തൊരു വിവാഹത്തിന് എങ്ങനെയാണ് അത് മാരേജ് തന്നെ വാലിഡ് അല്ല? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിന്റെ ഡിവോഴ്സ് എന്നുള്ള കാര്യം? മാരേജ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണല്ലോ ഡിവോഴ്സ് കിട്ടുന്നത്. അപ്പൊ അത് 2 പേരും, പെറ്റീഷണർ പറഞ്ഞു ഇത് മാരേജ് വാലിഡ് അല്ല എന്ന്, റെസ്പോണ്ടന്റ് അത് സുപ്രീം കോടതി സമ്മതിച്ചു. അത് ആർട്ടിക്കിൾ 142 എന്ന് പറയും. സുപ്രീം കോടതിക്ക് ഏത് കാര്യത്തിൽ കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പാക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. ആ ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് എല്ലാ ഹൈക്കോടതികളിലും ഫാമിലി കോടതികളിലും എല്ലായിടത്തും ബൈൻഡിങ് ആണ്. സുപ്രീം കോടതിയിലും ബൈൻഡിങ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുറെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ ശരിയാണ്. ഹിന്ദു മാരേജ് ഒരു കോൺട്രാക്ട് മാത്രമല്ല, അതൊരു സെക്രമെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം 7 ചടങ്ങുകൾ, അഗ്നി ചുറ്റുമുള്ള വലം വയ്പ്, ഇതൊക്കെ പ്രധാനമായും കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്യും. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹിന്ദു വിവാഹ നിയമപ്രകാരം 55 ആ നിയമപ്രകാരം തന്നെ വേണം. എന്നാൽ ചില ഡൈല്യൂഷൻസ് ഇതിൽ നടക്കുന്നുണ്ട്. അത് പൊതുവെയുള്ള ഒരു പ്രശ്നമായി ഇത് മാറുന്നതാണോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഈ രജിസ്ട്രേഷന് പ്രഥമ പരിഗണന, എന്നാൽ മറ്റേ ഈ ഹിന്ദു ആചാരപ്രകാരം തന്നെയും വേണം. അങ്ങനെ ഒരു ഡൈല്യൂട്ട് ചെയ്തു പോകുന്നു എന്ന ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അതൊരു കച്ചവടം എന്നുള്ള മനസ്ഥിതിയിലോട്ട് പോകാതെ, അതായത് ഈ മതത്തിന്റെ അതിനകത്ത് നിന്നുകൊണ്ട് അതിന്റെ എല്ലാ ബെനിഫിറ്റും വേണം, ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ കീഴിൽ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളവർക്ക് ഇതിനകത്ത് പറയുന്ന കണ്ടീഷൻസ് ബാധകമാണ് എന്നാണ് കോടതി പറഞ്ഞത്.
ആ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്. പക്ഷെ ഈ ഒരു കേസിൽ എത്രത്തോളം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, രണ്ടുപേരും സമ്മതിക്കുന്ന ഒരു കേസാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് നേരത്തെ ഉള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിൽ നേരത്തെയും ഉണ്ട്. നേരത്തെ ഇത് ഹിന്ദു മാരേജിന് എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്നുള്ള ജഡ്ജ്മെന്റ്സ് നേരത്തെ ഒരുപാടുണ്ട്. അതൊന്നുകൂടെ എടുത്തു പറഞ്ഞു. പിന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ മാത്രം നടത്തി വരുന്ന ഒരു കേസിന് കോടതികൾ ഇനി സാധുത കൊടുക്കില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ രജിസ്ട്രേഷൻ മാത്രം പോരാ, രജിസ്ട്രേഷൻ നടത്തുന്നത് ഇങ്ങനെ മാരേജ് നടന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് എടുക്കാമെങ്കിലും അത് നടന്നിരിക്കണം. അതായത് ഒരാള് പ്രധാനപ്പെട്ട കാര്യങ്ങള് പോയിന്റുകളില് ഈ വിവാഹത്തിലെ നല്ല പാതി ഈ ബെറ്റർ ഹാഫ് എന്നുള്ള കാര്യത്തിലൊരു വിവക്ഷ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിവക്ഷയൊക്കെ കോടതി എടുത്തു പറയുന്നുണ്ട്. കാരണം രണ്ടുപേർക്കുമുള്ള തുല്യ പങ്കാളിത്തം അതുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ഹിന്ദു വിവാഹ നിയമപ്രകാരം എന്ന് പറയുമ്പോഴും അതൊരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയല്ലേ? അതെ, ഹിന്ദു നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രോഡീകരിച്ചിരിക്കുന്ന ഹിന്ദു മാരേജ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ദൂരവ്യാപകമായിട്ട് ഇനി മുന്നോട്ടുള്ള കേസുകളിലൊക്കെ ആളുകൾ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിക്കണമെന്നുള്ളവര് ഈ ചടങ്ങുകളൊക്കെ നിർബന്ധമാണെന്നുള്ള ഒരു സൂചന എല്ലായിടത്തും വന്നു കഴിഞ്ഞു. തീർച്ചയായും മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, കോടതിയുടെ കാര്യമാണ്. കോടതി ഒരു പ്രത്യേക ഒരു കേസിലാണെങ്കിലും അത് സുപ്രീം കോടതി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ മറ്റ് കോടതികളിലും കീഴ്ക്കോടതികളിലും മറ്റെല്ലായിടത്തും സമാനമായ കേസുകളിലൊക്കെ തന്നെ ഈ വിധി വളരെ പ്രസക്തമാണ്. എത്രത്തോളം ആധികാരികതയോടുകൂടിയാണ് ഈ വിഷയത്തെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം സമീപിച്ചിരിക്കുന്നത്? ഹിന്ദു വിവാഹ നിയമപ്രകാരമുള്ള കാര്യത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നങ്ങ് സാധ്യമാകാമെന്ന രീതിയിൽ ഇത് ഡൈലൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് കോടതി കൂടി ബോധ്യപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെ വീണ്ടും ഒരു അടിവരയിട്ട് കോടതിക്ക് പറയേണ്ടി വരുന്നത്? വളരെ സ്വാഗതാർഹമായ സമീപനമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങളും കൂടി അതിൽ നടത്തിയിട്ടുണ്ട്. ഒന്ന്, മാരേജ് എന്ന് പറഞ്ഞാൽ സോങ് ആൻഡ് ഡാൻസിനുള്ള ഒരു ഒക്കേഷൻ മാത്രമല്ല, വൈനിങ് ആൻഡ് ഡൈനിങ്ങിന് വേണ്ടിയുള്ള ഒരു ഒക്കേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ വേണ്ടിയുള്ള മാത്രമല്ല കല്യാണം. വിവാഹം എന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ കറക്റ്റായി യൂസ് ചെയ്തിരിക്കുന്ന പോലെ സംസ്കാരമാണ്, എന്നിട്ട് സേക്രമെന്റ് ആണ്. അതായത് നമ്മുടെ മാരേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മാരേജുകൾ പലപ്പോഴും സേക്രമെന്റ് ആണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ മാരേജുകൾ കോൺട്രാക്ച്വൽ മാരേജ് ആണ്. അപ്പൊ ഹിന്ദു കല്യാണ രീതി യഥാർത്ഥത്തിൽ സേക്രമെന്റ് ആണ് എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് ചൂണ്ടിക്കാണിയിരിക്കുന്നു. രണ്ട്, പലപ്പോഴും മാരേജ് ഈസ് നോട്ട് എ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഇത് ഏതെങ്കിലും രീതിയിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കാണരുത്. നേരെ മറിച്ച് ഒരു സോളം ഫൗണ്ടേഷണൽ ഇവന്റ് ആണ്. സുപ്രീം കോടതിയിൽ നിന്ന വാക്കുകൾ അത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഹസ്ബൻഡും വൈഫും ആകാനും ഒരു ഫാമിലിയിലേക്ക് ഇവോൾവ് ചെയ്യാനും ആ ഫാമിലി വിച്ച് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയായ കുടുംബത്തിലേക്ക് പോകാനുമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സേക്രമെന്റ് ആണ്. അപ്പൊ അതിനൊരു മൂല്യമുണ്ട്. അതിന് ഫിസിക്കൽ എന്നതിനപ്പുറം, ഫൈനാൻഷ്യൽ എന്നതിനപ്പുറം, സോഷ്യൽ എന്നതിനപ്പുറം, കോടതി ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ അതിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കോടതി എന്നിട്ട് ഋഗ്വേദത്തെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. വി ഫർദർ ഒബ്സർവ് എന്ന് പറഞ്ഞു തന്നെ പറയുന്നുണ്ട്, ഋഗ്വേദ പ്രകാരം ഈ സപ്തപതി നടക്കണം, അല്ലെങ്കിൽ 7 സ്റ്റെപ്പുകൾ എടുക്കണം. എന്നിട്ട് പരസ്പരം വധുവിനോട് പറയുന്നത്, നമ്മൾ ഇനി മുതൽ സഖ അഥവാ സഹയാത്രികർ, ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടെ നല്ല വാക്ക് സഹയാത്രികരാണ്, ഈ യാത്രയിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നും തുടരട്ടെ എന്ന് പറയുകയും ഒന്ന് നമ്മൾ പകുതിയായി മാറിയിരിക്കുന്നു പറയുകയും ചെയ്തു. അപ്പൊ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ അതിന്റെ ഒരു സാങ്ക്ടിറ്റി, അതായത് ഒരു മിയർ ലിവിനോ കോൺട്രാക്ചറോ അല്ല, ഈ മാരേജിന് അതിൻ്റെതായ ഒരു സ്പിരിച്വൽ സാങ്ക്ടിറ്റി ഉണ്ട്, ഗോഡ്ലിനെസ് ഉണ്ട്, ദൈവീകതയുണ്ട്, ധാർമ്മികതയുണ്ട്, മൂല്യമുണ്ട്, സ്പിരിച്വൽ എലിമെന്റ് ഉണ്ട് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ നല്ലതാണ്. കാര്യം കല്യാണത്തിന് തന്നെ പൊതുവെ മൂല്യവും മീനിങ്ങും കുറയുന്ന ഒരു കാലഘട്ടത്തിൽ കല്യാണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി മാരേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് പവിത്രതയുണ്ട്. സംബന്ധിച്ചുള്ള അവർക്ക് ഏത് രീതിയിലുള്ള വിവാഹം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അത് അനുവർത്തിക്കുന്ന ഒരു ഭരണഘടനാപരമായ കാര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ നിയമപ്രകാരം തന്നെ വേണം. പക്ഷേ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ എന്നത് ഒരു ഉപാധിയാക്കി ഫസ്റ്റ് രജിസ്ട്രേഷൻ, നേരത്തെ പറഞ്ഞ ആ വകുപ്പനുസരിച്ച് ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് പിന്നീട് ഇതൊരു നേരം പോക്ക് പോലെയൊക്കെ ആളുകൾ കൊണ്ടുപോകുന്ന ഒരു പ്രവണത പൊതുവേ പലപ്പോഴും അതൊരു പ്രശ്നം അല്ല. അത് പലപ്പോഴും പ്രശ്നമാണെന്ന് മാത്രമല്ല, ഇന്ന് ഇത്രയധികം കുടുംബ തകർച്ചകൾ നിയർലി ഹിന്ദു സമൂഹത്തിലാണ് കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ ഛിദ്രങ്ങളും കുടുംബ തകർച്ചകളും ഉണ്ടാകുന്നത്. അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ അതിനൊരു സ്പിരിച്വൽ ബേസ് വരുന്നില്ല, മാരേജ് എഡ്യൂക്കേഷൻ വരുന്നില്ല, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൊടുക്കുന്നത് പോലെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ഒരു മാരേജ് എഡ്യൂക്കേഷൻ, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പം പള്ളികളിലൊക്കെ 2 or 3 ദിവസം ഒരു
മാരേജ് എഡ്യൂക്കേഷൻ, മാരേജ് കൗൺസിലിംഗ്, ഫാമിലി ഓറിയന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും ഒരു സ്പിരിച്വലിന്റെ തന്നെ ഭാഗമാണ്. അവിടെ ബൈബിൾ ആകാം, ഖുറാൻ ആകാം, ഭഗവത്ഗീതയാകാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആകാം. ഇതിന്റെ ബേസിൽ കല്യാണം, സമൂഹം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇവർക്കൊരു പരിചയപ്പെടുത്തൽ ഉണ്ടാകണം. അപ്പൊ ഈ സെറിമണി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ അത് തന്നെയാണ്. അതായത് സെറിമണികളിലൂടെ, സംസ്കൃത ശ്ലോകങ്ങളിലൂടെ, പൂജയിലൂടെ ഈ വിവാഹത്തിനൊരു സാങ്ക്ടിറ്റി നമ്മൾ നൽകുകയാണ്, ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പവിത്രത, അതിലൊരു ദൈവീകത ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇത് വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പാണ്. കല്യാണം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കാനും അതിന്റെ ഒരു സ്പിരിച്വൽ എലിമെന്റ് കൂടുതൽ മനസ്സിലാക്കാനും, അതാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയായ കുടുംബത്തെ, ആ കുടുംബത്തിന്റെ അടിസ്ഥാന ശിലയായ കല്യാണത്തെ വീണ്ടും പവിത്രവൽക്കരിക്കുകയോ സാങ്ക്ടിഫൈയോ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. എത്രമാത്രം ലിബറലുകൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന, എനിക്ക് വളരെ ആനന്ദം നൽകുന്ന സുപ്രീം കോടതി ഇത്തരം ഫാമിലി ഓറിയന്റഡ് വ്യൂസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ സെറിമണി വേണം, സെലിബ്രേഷൻ വേണം. സെലിബ്രേഷനെ ഒന്നും കുറ്റം പറയുന്നില്ല. സെറിമണി വേണം, സെലിബ്രേഷൻ വേണം, ബന്ധുക്കൾ വേണം, അതിന്റെ എല്ലാ രീതികളും വേണം. പക്ഷെ അതിനൊരു സ്പിരിച്വൽ വാല്യൂ, ആത്മീയ മൂല്യമുണ്ട് എന്ന് സുപ്രീം കോടതി, ഒരു ധാർമ്മിക മൂല്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവാണ്. തീർച്ചയായും ശ്രീ പ്രശാന്ത് പത്മനാഭൻ, അതായത് നേരത്തെ രാഹുൽ തന്നെ പറഞ്ഞ പോലെ ലിബറലുകൾക്ക് അത് ദഹിക്കുമെന്നുള്ളത്, പക്ഷേ കൺസർവേറ്റീവ് ആയതുകൊണ്ട് മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ഇന്നത്തെ സൊസൈറ്റിയുടെ കൂടി മറ്റപജയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണോ കോടതി ഇങ്ങനെ പറയുന്നത്? കാരണം പവിത്രത, മൂല്യവത്തായ സങ്കല്പങ്ങൾ അത് ഉണ്ടാകണം എന്ന് കോടതികൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, വിശകലനാത്മകമായി നോക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതില് ജഡ്ജസ് പ്രത്യേകിച്ച് ഒരു മോറൽ ലെക്ചർ കൊടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ജഡ്ജസിനില്ല. എല്ലാവരും തുല്യരാണ് സമൂഹത്തില്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാഖ്യാനം കൊടുക്കുന്നത് മാത്രമാണ് കോടതിയുടെ ജോലി. ഇതില് ഹിന്ദു നിയമം അനുസരിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹിന്ദു നിയമത്തിൽ സാക്രമെന്റ് ആണെന്ന് കരുതുന്ന ഒരു ചടങ്ങ് നടത്താതെ രജിസ്ട്രേഷൻ മാത്രം മതിയോ എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി കൺസിഡർ ചെയ്തത്. അതിനെപ്പറ്റി കോടതി പറഞ്ഞത് ഹിന്ദു നിയമത്തിന്റെ ആംബിറ്റിൽ അതിന്റെ കീഴിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ബാധകമാണ്. അല്ലാതെ രാഹുൽ ഈശ്വറിന് ഒരു അഭിപ്രായം ഉണ്ടാകാം, വേറെ ഏതെങ്കിലും അദ്ദേഹം പറയുന്ന ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ആളുകൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകാം, ഇതില് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകാം. LGBTQ കമ്മ്യൂണിറ്റി വന്നിരുന്നു സുപ്രീം കോടതിയിൽ, ഞങ്ങൾക്ക് വിവാഹത്തിനുള്ള അവസരം തരണമെന്ന് പറഞ്ഞ്. സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ കീഴിൽ വിവാഹം കഴിക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. അത് വീണ്ടും ഈ കോടതി എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തില് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു ചോദ്യം, രണ്ടുപേരും ഹിന്ദുക്കളാണ്, രണ്ടുപേരും ഹിന്ദു മാരേജിന്റെ കീഴിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്, അവര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നു, അതില് ചടങ്ങുകൾ നിർബന്ധമാണോ അല്ലയോ എന്നുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യത്തിനെ സംബന്ധിച്ച് കോടതി എന്തൊക്കെ പറഞ്ഞോ അത് ഈ ഒരു കേസിന്റെ ഫാക്ടില്, ഇതുപോലുള്ള ഫാക്ടുകളിൽ മാത്രം ബൈൻഡിങ് ആണ്. അല്ലാതെ ജനറൽ ആയിട്ട് വിവാഹം എങ്ങനെ കഴിക്കണം, രണ്ട് വ്യക്തികൾ എങ്ങനെ ജീവിക്കണമെന്ന് അമേരിക്കയിലോ ഇന്ത്യയിലോ ഒക്കെ സുപ്രീം കോടതി ജഡ്ജസിനൊക്കെ വളരെ വേറെ വേറെ അഭിപ്രായങ്ങളുണ്ട്. അബോർഷൻ നടത്താനുള്ളത് ധാർമ്മികമായിട്ട് ശരിയാണോ അല്ലയോ, അമേരിക്കയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ജഡ്ജിമാരുടെ മോറൽ, എല്ലാവർക്കും ഒരു ഫിലോസഫി ഉണ്ട്. ജഡ്ജസ് ആയിട്ടിരിക്കുന്നവര് ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ ചിലപ്പം ജഡ്ജ്മെന്റ് എഴുതുമ്പോൾ അതിനകത്ത് റിഫ്ലക്ട് ചെയ്ത് വരും. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒരു സാമൂഹ്യ ബോധ്യം അത് നേരെ തിരിച്ചായിരിക്കും. വേറെ ചില ജഡ്ജസ് അങ്ങനെ ഉണ്ടാകത്തില്ല. ഈ ജഡ്ജ്മെന്റ് എഴുതിയത് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നിയമത്തിനകത്ത് ഇങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള എലിമെന്റ് അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന കുറച്ച് ധാർമ്മികമായിട്ടുള്ള എന്ന് ജഡ്ജ് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അതിന് നിയമപരമായിട്ട് ബൈൻഡിങ് അല്ല. ബൈൻഡിങ് ആകുന്നത് എവിടെയാണ്? ഈ നിയമത്തിന്റെ കീഴിൽ ആർക്കെങ്കിലും ഹിന്ദു മാരേജ് ആക്ടിന് കീഴിൽ രണ്ട് ഹിന്ദുക്കളായിട്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വരണമെങ്കിൽ ഇതാണ് കോടതി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഈ മത നിയമം ക്രോഡീകരിച്ചിരിക്കുന്നു. ആ മതനിയമത്തിന്റെ പരിഗണനയും അതിന്റെ എല്ലാ അർഹമായിട്ടുള്ള കാര്യങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഫോളോ ചെയ്യണം എന്ന് മാത്രമേ കോടതിയുടെ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒബിറ്റർ എന്ന് പറയും. ഒബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോടതി സാന്ദർഭികമായിട്ട് നടത്തുന്ന ചില ഒബ്സർവേഷൻസ് ആണ്, അത് ലീഗലി ബൈൻഡിങ് അല്ല. അപ്പൊ ഇതിനകത്ത് ഹിന്ദു മാരേജ് ആക്ടിനകത്ത് വരുന്നവർക്ക് ഈ ചടങ്ങുകൾ ആചാരപ്രകാരമൊക്കെ ഉള്ള വിവാഹം നടത്തി കഴിഞ്ഞ് മാത്രമേ രജിസ്ട്രേഷന് സാധുതയുള്ളൂ എന്ന് മാത്രമേ ഇതിൽ നിന്ന് ലീഗലായിട്ട് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ ആ ജഡ്ജസിന്റെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാകാം. ചിലത് ശരിയാകാം, ചിലത് പിന്നെ മതങ്ങള് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മത നിയമങ്ങള് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവരുടെ മതങ്ങളുടെ പേഴ്സണൽ ലോ എന്ന് പറയും, അത് ഫോളോ ചെയ്യാനുള്ള ഇതുണ്ട്.
ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്രസക്തമാണ്. ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും അവരുടെ മതത്തിന്റെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. അത് ആവശ്യമുള്ളവര് ആ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് നിയമം. ശരി, വളരെ നന്ദി ശ്രീ പ്രശാന്ത് പത്മനാഭൻ. ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതിൽ ചില വ്യക്തതക്കുറവുണ്ടെങ്കിൽ അതൊക്കെ നികത്തുകയായിരുന്നു സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയ ശ്രീ പ്രശാന്ത് പത്മനാഭൻ. വളരെ നന്ദി ഇരുവർക്കും.